അയ്യൻകുഴിയിൽ കഷ്ടപ്പെടുന്നവർ എന്ന് ഉള്ള ഒരു തലക്കെട്ടിൽ പലപ്പോഴും വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആളുകൾ വായിച്ചങ്ങ് മറന്നുപോകും. എൻ്റെ അടുത്ത് നിയമോപദേശമായിട്ട് ആ ചെറിയ പ്രദേശത്തെ ആളുകൾ വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 150ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ് HOC, അതായത് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ്, HOC, അതുപോലെ BPCL. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് സാൻഡ്വിച്ച് ചെയ്തതുപോലെ കിടക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ്. ഒറ്റ റോഡേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ. ആ റോഡിൽ കൂടെ അവിടെ ചെല്ലുന്നതല്ലാതെ വേറൊരു അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേറെ മാർഗമില്ല, വഴിയില്ല. ഈ ജനങ്ങൾ വന്നത് അവരുടെ കഷ്ടപ്പാട് പറയാനാണ്. കാരണം ഈ BPCL നിന്നുള്ള പുക അവർക്ക് പലപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. വലിയ ദുരിതമാണ് അവർക്ക്. അതുപോലെ തന്നെ HOC നിന്നുള്ള പുകപടലങ്ങളും മാലിന്യങ്ങളും, പൊല്യൂഷൻ, വളരെ പൊല്യൂട്ടഡ് എയറാണ്. അവർക്ക് ഒരു നിവൃത്തിയില്ല. കുറേ കുടുംബങ്ങൾ, ഏതാണ്ട് 400ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നതാണ്. ബാക്കിയുള്ളവരൊക്കെ അതോടെ ഉപേക്ഷിച്ച് പോയി കേട്ടോ. അവിടെ ഇവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിവാഹം പോലും പുറത്തുനിന്ന് കഴിച്ച് കൊണ്ടുവരാൻ ഒക്കത്തില്ല. ആരും അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കത്തില്ല പെൺകുട്ടികളെ. അതാ കാര്യം. കാരണം ഇവിടെ അവിടെ ചെന്ന് താമസിക്കാൻ പറ്റുകയില്ല. അത്രത്തോളം ഹെൽത്ത് ഹസാർഡാണ്. ഈ താമസിക്കുന്ന ആളുകൾ, ഈ 140 കുടുംബങ്ങളോളം ഉള്ളവർ മിക്കവാറും ദിവസങ്ങളിൽ ആശുപത്രികളിലാണ്. കാരണം അവർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊരു സിമ്പിൾ ഡിമാൻഡേ ഉള്ളൂ. കാരണം ഇവരുടെ ഈ സ്ഥലമുണ്ടല്ലോ, ഈ HOCയും ഈ BPCLും കൂടെ ഏറ്റെടുത്താൽ മതി, കാര്യം തീർന്നു. അവർ അക്വയർ ചെയ്താൽ മതി. യുവന്മാരെ അക്വയർ ചെയ്യുന്നുണ്ട് വേറെ സ്ഥലങ്ങൾ. പക്ഷേ ഇതെടുക്കുകയല്ല. കാരണം എന്താണെന്നറിയോ? ഇവരെ ചോദിക്കാനും പറയാനും ആരുമില്ല. സർക്കാരിലൊക്കെ ഇവർ സമ്മർദ്ദം ചെലുത്താനും ഒക്കെ ആയിട്ട് ആവുന്ന പണി നോക്കി. പക്ഷെ നമ്മുടെ സർക്കാരിന് ഇതിനാണോ സമയം? ഈ പാവങ്ങളെ കരച്ചിൽ കാണാൻ സർക്കാരിന് സമയമില്ലല്ലോ. അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മുടെ വ്യവസായ വകുപ്പ് പറയണം, നിർബന്ധമായിട്ട് ഈ സ്ഥലം ഏറ്റെടുത്തോളാൻ ഈ 2 കമ്പനികളോടും പറയണം. ഒന്നും വേണ്ട, അവർ 1 വർഷം കൊടുക്കുന്ന CSR ഫണ്ട് പോലും വേണ്ട. ഈ 2 കമ്പനികൾ കൊടുക്കുന്ന CSR ഫണ്ട് പോലും വേണ്ട ഈ സ്ഥലം ഏറ്റെടുക്കാൻ. പക്ഷേ ഈ പാവങ്ങളുടെ കരച്ചിൽ ആരാ കാണുന്നത്? അങ്ങനെ ഒരു കൂട്ടം മനുഷ്യർ അവിടെ താമസിക്കുന്നുണ്ട്, അയ്യൻകുഴി എന്ന് പറയുന്ന ആ പ്രദേശത്ത്. ഇന്നലെ അവിടെ ഉണ്ടായത് വളരെ ദാരുണമായ ഒരു കാര്യമാണ്. BPCLനകത്ത് ഈ പെട്ടെന്നൊരു സ്ഫോടന ശബ്ദം കേട്ടിട്ട് പുക ഉയരുകയാണ്. വളരെ വലിയ പരിഭ്രാന്തി പരത്തി. കാരണം ഏറ്റവും വലിയ തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണത്. ഒരു ഫാക്ടറി അല്ലേ, ഓയിലല്ലേ, പെട്രോളിയം, അപ്പോൾ ക്രൂഡ് ഓയിലും ഒക്കെ കൈകാര്യം ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇത് വരുന്ന ഉടനെ ആളുകൾ വളരെ വലിയ പരിഭ്രാന്തരായിട്ട് മാറി. ഏതാണ്ട് 50ഓളം ആളുകളെ ഇന്നലെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. പിന്നെ വലിയ കനത്ത പുക ചുരുളുകൾ ഇങ്ങനെ വരികയാണ് അന്തരീക്ഷത്തിലേക്ക്. അവിടെ മുഴുവൻ പുക അങ്ങ് വ്യാപിച്ചു. അവസാനം അന്വേഷിച്ചപ്പം മനസ്സിലായത് എന്താണെന്നറിയോ? ഈ BPCLലെ ഒരു ഭൂഗർഭ കേബിള് എന്ന് വെച്ചാൽ അതിലേക്ക് കരട് വലിച്ചേക്കുന്നത് അങ്ങനെയാണ്. ഗർഭ കേബിളാണ് 220 kV ലൈൻ, 220 kV ലൈൻ വലിച്ചേക്കുന്നു അടിയിലൂടെ, മണ്ണിനടിയിലൂടെ. അത് പൊട്ടിത്തെറിച്ചതാണ്, തീ പിടിച്ചതാണ്. അതിന് തീ പിടിച്ച് പൊട്ടിത്തെറിച്ചാണ് ഈ പുക മുഴുവൻ വമിച്ചത് അവിടുന്ന്. അപ്പോൾ ഇത് എന്നിട്ടെന്താ? ഈ അയ്യൻകുഴിയിൽ ഇവർ ഈ കിടന്ന് കഷ്ടപ്പെടുന്നവർ ഇവരിത് അനുഭവിക്കുകയാണ്. ആ പ്രദേശം മുഴുവൻ, അയ്യൻകുഴി മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ ആ റിഫൈനറി അമ്പലമുകൾ പ്രദേശം മുഴുവൻ ഇന്നലെ പുകയായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് പോലും ആൾക്ക് അറിയുന്നില്ല. അവസാനം ഇത് കുറേ ഏതാണ്ട് 100 മീറ്റർ നീളത്തിൽ ഉള്ള ഭാഗത്ത് കേബിൾ കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കത്താൻ ഇടയായത് എങ്ങനെ? ഇത് ഇത്രയും അശാസ്ത്രീയമായ രീതിയിലൂടാണോ ഈ ഭൂഗർഭ കേബിൾ വലിക്കുന്നത്? ഇതിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി? ഇതിൽ ഓവർലോഡ് വന്നാണോ പ്രശ്നം? ഇതൊക്കെ നോക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? എന്നിട്ടെന്താ, ഈ റിഫൈനറിയിലെ അല്ലെങ്കിൽ ഇതേപോലെ BPCL ഒരൊറ്റ മനുഷ്യൻ യഥാർത്ഥത്തിൽ അങ്ങോട്ട് ചെല്ലാൻ തയ്യാറായില്ല. ഈ ആളുകൾ ഇതുപോലെ കഷ്ടപ്പെടുന്നവരാണ്. അവർ ഗേറ്റ് ഉപരോധിച്ചു, ജനങ്ങൾ അതുപോലെ റോഡ് ഉപരോധിച്ചു. ഇത് കുറേ നാളായിട്ട് നടക്കുന്ന ഒരു മാമാങ്കമാണ്. വളരെ കഷ്ടപ്പെടുന്ന ഈ ജനങ്ങളുണ്ട്. അവരുടെ കഷ്ടപ്പാടിനൊരു അറുതി വരുത്താൻ സർക്കാർ യഥാർത്ഥത്തിൽ ഉടനടി എന്തെങ്കിലും ചെയ്യണം. ഈ അയ്യൻകുഴി പ്രദേശം ഉണ്ടല്ലോ, വളരെ ചെറിയ ഞാൻ പറഞ്ഞില്ലേ, ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ്. ഈ ലാൻഡ് ഈ 2 കമ്പനികളിലൂടെ വിചാരിച്ചാൽ ഒരു ബത്തപ്പാടും ഇല്ലാതെ അങ്ങ് ഏറ്റെടുക്കാം. അവരങ്ങ് അക്വയർ ചെയ്തോട്ടെ. ഈ ജനങ്ങൾ വേറെ എവിടെങ്കിലും വാങ്ങിക്കൊണ്ടു വെക്കോളും. അവരിതിന് കിട്ടുന്ന വിലയും വാങ്ങിക്കൊണ്ട് അവർ പോവും. അതിന് തയ്യാറാണ്.
വില വാങ്ങാൻ പോലും നിൽക്കാതെ പോയാണ് ബാക്കി ഈ 400 കുടുംബങ്ങളിൽപ്പെട്ട ബാക്കി ആളുകൾ. ഇവർ ഈ 140 കുടുംബങ്ങൾ ഇവിടെ കിടക്കുന്നത് അവർക്ക് എങ്ങുമില്ല, വേറെ ഒന്നുമില്ല, ഒരു മാർഗമില്ല. അതുകൊണ്ടാണ് ആത്മഹത്യാപരമായിട്ടുള്ള പണിയാണെങ്കിൽ പോലും അവരവിടെ കിടക്കുന്നത്. അപ്പോൾ അവരുടെ കരച്ചിൽ സർക്കാർ കാണണം. നമ്മളൊക്കെ മനുഷ്യരാണെങ്കിൽ നമ്മളെല്ലാം കാണണം. ഈ കമ്പനികളുണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഈ വസ്തു ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു വർഷത്തെ ഈ 2 കമ്പനികളുടെയും കൂടെ CSR ഫണ്ട് മതിയല്ലോ ഇതിന്. പക്ഷേ അതൊക്കെ മറ്റ് വലിയ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവർക്കും അതുപോലെ പഞ്ചായത്തിനും ഒക്കെ ഇവർ കൊടുക്കും. ഈ ജനങ്ങൾക്ക് ഈ വസ്തു ഒന്ന് ഏറ്റെടുത്ത് അവരെ ഒന്ന് രക്ഷിക്കണം. അത് ചെയ്യണം നിങ്ങൾ. അല്ലെങ്കിലുണ്ടല്ലോ ജനരോക്ഷം ഇനി ഉണ്ടാവും. കാരണം ജനങ്ങൾ ഇതിലേക്ക് അതിക്രമിച്ച് കയറുന്ന ഒരു കാലം വിദൂരമല്ല. കാരണം എത്ര നാൾ ഇങ്ങനെ അവർ അടിമകളായിട്ട് കഴിയും ജനങ്ങൾ? നിങ്ങൾ അത് മര്യാദയ്ക്ക് പെരുമാറണം ജനങ്ങളോട്. കമ്പനികളാണ് ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഒരുപാട് വലിയ പ്രക്ഷോഭങ്ങൾ ഇനി ഉണ്ടാവും. കാരണം അവർ എങ്ങും ഒന്നുമില്ലാതെ നടക്കുന്നവരാണ് ഈ ആളുകൾ. അവസാനം എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ആളുകൾ എന്തിനും തയ്യാറാവും. അതൊന്ന് ആലോചിക്കണം.